ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സേനുദ്ദീൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ അസം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 68,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് ഒഡീഷയിലെ സാമ്പൽപൂരിലും 11,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഗുവാഹട്ടിയിലും പ്രധാനമന്ത്രി മറ്റന്നാൾ തുടക്കമിടും. ഒഡീഷയിലെ ഊർജ്ജോൽപാദന മേഖലയിൽ നിർണായകമായ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കുന്നത്. അസമിൽ 3,400 കോടി രൂപയുടെ റോഡ് വികസന പദ്ധതികൾക്കും തീർത്ഥാടന വികസന പദ്ധതികൾക്കുമാണ് അദ്ദേഹം മറ്റന്നാൾ തുടക്കമിടുക. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഇന്ത്യ അതിവേഗം മുന്നോട്ടു പോവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ വരും വർഷങ്ങളിൽ മാറുമെന്നും അദ്ദേഹം പ്രത്യാശ പങ്കുവച്ചു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ലോകത്തിന്റെ സാമ്പത്തിക ശക്തി കേന്ദ്രമായി ഇന്ത്യ മാറുകയാണെന്നും ഗതാഗത മേഖലയ്ക്ക് ഇതിൽ നിർണായക പങ്ക് വഹിക്കാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പാർലമെന്റിൽ തുടക്കമായി. ലോക്സഭയിൽ ബിജെപി എംപി ഹീന ഗവിത് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. വനിതകളുടെയും കർഷകരുടെയും പാവപ്പെട്ടവരുടെയും യുവജനങ്ങളുടെയും ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികൾ അവർ സഭയിൽ ചൂണ്ടിക്കാട്ടി. അതേസമയം കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്താൻ ഇ പോലെയുള്ള സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതായി കോൺഗ്രസ് നേതാവ് ഗൌരവ് ഗഗോയി ചർച്ചയിൽ ആരോപിച്ചു. രാജ്യസഭയിൽ ബിജെപി എംപി കവിത പാട്ടിദാറാണ് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു. കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷത്തു നിന്നും മാത്യു കുഴൽനാടനാണ് അടിയന്തര പ്രമേയ അവതരണത്തിന് നോട്ടീസ് നൽകിയത്. CMRL കമ്പനിയിൽ നിന്നും നൽകാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയതായി കണ്ടെത്തിയ സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു നോട്ടീസ്. സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുകയും ഗ്രാന്റുകൾ തടഞ്ഞുവെക്കുകയും ചെയ്യുന്ന സമീപനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നാവശ്യപ്പെടുന്ന പ്രമേയവും സഭ പാസാക്കി. സർക്കാർ ഓഫീസുകളിൽ വിവരാവകാശ കമ്മീഷൻ മിന്നൽ സന്ദർശനം നടത്തുമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എ അബ്ദുൽ ഹക്കീം. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, മലപ്പുറം ജില്ലകളിലെ പരാതികൾക്കായി കോഴിക്കോട് കമ്മീഷൻ നടത്തിയ സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യപടിയായി എല്ലാ കളക്ടറേറ്റിലും പിന്നീട് തിരഞ്ഞെടുത്ത ഓഫീസുകളിലും കമ്മീഷൻ പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മാനന്തവാടിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ പിടികൂടി മാറ്റാനുള്ള ദൌത്യം അവസാന ഘട്ടത്തിൽ. വാഴത്തോട്ടത്തിൽ തുടരുന്ന ആനയെ പുറത്തെത്തിക്കാൻ ശ്രമം നടക്കുകയാണ്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വഴിവെട്ടുന്നത് തുടരുകയാണ്. 2 തവണ മയക്കുവെടിയേറ്റ ആന പൂർണ്ണമായും സാധാരണ ആരോഗ്യനിലയിലല്ല. മയക്കുവെടി വയ്ക്കാനുള്ള ആദ്യ ശ്രമം പരാജയപ്പെട്ടിരുന്നു. എലിഫന്റ് ആംബുലൻസും പ്രദേശത്ത് എത്തിച്ചിട്ടുണ്ട്. ആനയെ ബന്ദിപ്പൂർ വനമേഖലയിലേക്കാണ് മാറ്റുക. സംസ്ഥാനത്തെ മുഴുവൻ കിടപ്പ് രോഗികൾക്കും പരിചരണത്തിന് സന്നദ്ധ പ്രവർത്തകരെ നിയോഗിക്കുന്നതിനുള്ള സംസ്ഥാനതല ക്യാമ്പയിന് തുടക്കമായി. സന്നദ്ധ പ്രവർത്തകരെ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകി സാന്ത്വന പരിചരണ ശൃംഖലയുടെ ഭാഗമാക്കാനാണ് ശ്രമിക്കുന്നത്. താൽപര്യമുള്ളവർ സാമൂഹിക സന്നദ്ധ സേനയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് സന്നദ്ധത അറിയിക്കേണ്ടതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നേത്ര ശസ്ത്രക്രിയകൾ നടത്തിയത് കോട്ടയം ജനറൽ ആശുപത്രിയിലാണെന്ന് മന്ത്രി വി എൻ വാസവൻ. കോട്ടയം ജനറൽ ആശുപത്രിയിൽ നിർമ്മിച്ച പുതിയ നേത്ര ശസ്ത്രക്രിയാ തിയേറ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. കൊല്ലത്ത് CGHS വെൽനസ് സെന്റർ ആരംഭിക്കുന്നത് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉറപ്പു നൽകിയതായി NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. ന്യൂഡൽഹിയിൽ മന്ത്രിയുമായും ആരോഗ്യ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി എന്നിവരുമായും നടത്തിയ ചർച്ചയിലാണ് ഉറപ്പ് ലഭിച്ചത്. നോർക്ക സബ്സിഡിയിലൂടെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 1,600-ലധികം സംരംഭങ്ങളാണ് ആരംഭിച്ചതെന്ന് നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ P. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. ഒറ്റപ്പാലത്ത് നടന്ന നോർക്ക കാനറ ബാങ്ക് പ്രവാസി ലോൺ മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 50 വായ്പാ മേളകൾ ഇതിനകം നോർക്ക പ്രവാസികൾക്കായി സംഘടിപ്പിച്ചു കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. ശ്രവണ വൈകല്യം നേരിടുന്ന കുട്ടികൾക്കായുള്ള ശ്രുതിതരംഗം പദ്ധതിയിൽ ലഭിച്ച എല്ലാ അപേക്ഷകൾക്കും അനുമതി നൽകിയതായി മന്ത്രി വീണ ജോർജ്. ഗുണഭോക്താക്കൾക്ക് ചികിത്സ ഉറപ്പുവരുത്തുന്നതിനായി പ്രത്യേക മൊബൈൽ ആപ്പ് വികസിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി 2024 ഫെബ്രുവരി 10 മുതൽ 13 വരെ എറണാകുളം സവിത സംഗീത തിയേറ്ററുകളിലായി നടത്തുന്ന 5ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ സംഘാടക സമിതി രൂപീകരിച്ചു. എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം കൊച്ചി മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മേളയുടെ ഓൺലൈൻ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഫെബ്രുവരി 5 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് സൂപ്പർ 6 മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ നേപ്പാളിന് 298 റൺസിന്റെ വിജയലക്ഷ്യം.
ഇന്നത്തെ മത്സരത്തിൽ നേപ്പാളിനെ പരാജയപ്പെടുത്തിയാൽ ഇന്ത്യയ്ക്ക് സെമി ഫൈനലിൽ സ്ഥാനമുറപ്പിക്കാം. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ നേപ്പാൾ 33 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 99 റൺസ് എന്ന നിലയിലാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.